Hi students, welcome to my classroom. Today we are going to discuss about the topic placement. Placement is a process of assigning a specific job to each of the selected candidates. It involves assigning a specific rank and responsibility to an individual. It implies matching the requirement of a job with the qualification of the candidates. പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ സെലക്ഷൻ പ്രോസസ്സിന് ശേഷം സെലക്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ്. ഇതിനകത്ത് ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുക പറയുമ്പോൾ ജോബിൻ്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം അസൈൻ ചെയ്യുക എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് എത്ര റാങ്കാണ് ആൾക്ക് അസൈൻ ചെയ്യുന്നത്, അത് സ്പെസിഫിക് റാങ്കിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കലാണ്. അതുപോലെ ഇതിനകത്ത് ഇംപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റിൽ വരുന്നത് ജോബിൻ്റെ റിക്വയർമെൻറ്റും കാൻഡിഡേറ്റിൻ്റെ ക്വാളിഫിക്കേഷനും കൂടി മാച്ച് ചെയ്തിട്ടാണ് ജോബ് അസൈൻ ചെയ്യുന്നത്. ഒരു ഡെഫിനിഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഡെഫിനിഷനിൽ പറയുന്നത് പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജോബിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ജോബിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് ക്വാളിഫിക്കേഷൻ മാച്ച് ചെയ്തിട്ടാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഇമ്പോസ് ചെയ്ത് കൊടുക്കുന്നത് വർക്കിംഗ് കണ്ടീഷൻസ്, വർക്ക് സ്ട്രെയിന് ആൻഡ് ഓഫർ ചെയ്യുന്നത് പേയ്മെൻറ്റ് ടു ഹിം. ആ പേയ്മെൻറ്റ് പല രീതിയിലുള്ള പേയ്മെൻറ്റുകളായിരിക്കാം. ഇപ്പോൾ പ്രൊമോഷണൽ പോസിബിലിറ്റീസ് ആൾക്ക് കൊടുക്കും. അതുപോലെ ഇൻട്രസ്റ്റ് കമ്പാനിയൻഷിപ്പ് വിത്ത് അതേഴ്സ്, അതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഈസി ആയിട്ടൊരു വർക്കർ ഒരു ജോബിലേക്ക് അസൈൻ ചെയ്യാൻ സാധിക്കില്ല. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല. എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് ന്യൂ എംപ്ലോയിനെ പ്ലേസ് ചെയ്യൽ ഡിഫിക്കൾട്ടാണ്. കാരണം അയാൾക്ക് പഠിച്ചു വരാനുള്ള ഒരു അവസരം കൂടി കൊടുക്കുകയാണെങ്കിൽ അൺനോൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ലേൺ ചെയ്ത് ജോബ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റ് പലപ്പോഴും ഡയറക്റ്റ് ആവാതെ എന്താണെന്ന് വെച്ചാൽ പെർമനൻ്റ് അപ്പോയിൻമെൻറ്റ് കൊടുക്കാതെ അതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ പ്രൊബേഷണറി പീരീഡാക്കി കൊടുക്കാറുണ്ട്. പ്രൊബേഷണറി പീരീഡാക്കി കൊടുക്കുന്ന സമയത്ത് അത് അയാൾക്ക് പെർമനൻ്റ് ആയിട്ടല്ല ജോബ് ആദ്യം തന്നെ അസൈൻ ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ 1 year ഒക്കെ അയാൾക്ക് അത് പഠിക്കാനുള്ള ട്രെയിനിങ് പോലെ പഠിക്കാനുള്ളൊരു അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഠിക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ അയാൾക്കത് പഠിച്ചെടുക്കാനുള്ളൊരു ടൈമും അതിനകത്ത് കിട്ടും. അതിന് ശേഷം പെർമനൻ്റ് അപ്പോയിൻമെൻറ്റ് കൊടുക്കാറുണ്ട്. ആ ജോലിയിൽ ഫിറ്റായി കഴിഞ്ഞാൽ അയാൾ ഓക്കെ ആണെന്ന് ഓർഗനൈസേഷന് തോന്നിക്കഴിഞ്ഞാൽ. Then, if basic principles should be followed at the time of placement of an employee on the job, it may be enumerated as below. ദെൻ ജോബ് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ദി ജോബ് ഷുഡ് ബി ഓഫേർഡ് ടു ദ മാൻ അക്കോർഡിംഗ് ടു ഹിസ് ക്വാളിഫിക്കേഷൻ. ദി പ്ലേസ്മെൻറ്റ് ഷുഡ് നൈദർ ബി ഹയർ ഓർ നോർ ലോവർ ദാൻ ക്വാളിഫിക്കേഷൻ. നമ്മൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ഒരു ജോബിലേക്ക് ഒരാളെ അസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നത്. ആ ക്വാളിഫിക്കേഷൻ ഒരുപാട് കൂടാതെയും കുറയാതെയും ശ്രദ്ധിക്കണം. ഓക്കെ. Then, while introducing the job to new employee, an effort should be made to develop a sense of loyalty and cooperation in him so that he may realize his responsibilities better toward the job and the organization. ഒരു ജോലി ഒരു പെർട്ടിക്കുലർ എംപ്ലോയിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് എത്രത്തോളം ഒരു എഫേർട്ട് ഉണ്ടെന്നും അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണം എന്തെല്ലാം റെസ്പോൺസിബിലിറ്റി ആണ് എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്, ഒരു ജോബിൽ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനോട് എനിക്ക് എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള ഒരു ധാരണ ഒരു എംപ്ലോയിയിലേക്ക് വരുത്തണം. ദെൻ എംപ്ലോയി ഷുഡ് ബി മെയ്ഡ് കൺവേഴ്സൻറ്റ് വിത്ത് വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് prevailing in industry and all things relating to the job. He should also be made aware of penalties if he commit a wrong. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ജോബിൽ ഞാൻ ചെയ്യാനുള്ളത്, ഏതൊക്കെ വർക്കിംഗ് കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങൾ ജോബായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ജോബ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് വരാവുന്ന പെനാൽറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ ഒരു ബോധ്യപ്പെടൽ അയാൾക്ക് വേണം. നെക്സ്റ്റ് പറയുന്നത് എ മാൻ ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ജോബ് അക്കോർഡിംഗ് ടു ദി റിക്വയർമെൻറ്റ് ഓഫ് ജോബ്. The job should not be adjusted according to the qualification and requirement of the man. Job first, man next should be the principle of placement. പ്ലേസ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്
man should be placed on job according to the specific requirement of the job. ജോബിൻ്റെ ഡിമാൻഡ് റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും മാനിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് ജോബ് ഷുഡ് നോട്ട് ബി അഡ്ജസ്റ്റഡ്. ഒരാളുടെ ക്വാളിഫിക്കേഷനും അയാളുടെ ഹയർ ക്വാളിഫിക്കേഷൻ ലെസ് ക്വാളിഫിക്കേഷനും വെച്ചിട്ടൊരു ജോബ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ജോബിൽ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജോബ് ഈസ് ദ ഫസ്റ്റ്, മാൻ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരാളെ ജോബിൽ നിന്ന് മാറ്റാം. ഹയർ ക്വാളിഫിക്കേഷനുള്ള ഒരാൾക്ക് ബെറ്റർ ആയിട്ടുള്ള ജോബ് അതിനനുസരിച്ചുള്ള ജോബ് കൊടുക്കാം. പക്ഷേ ക്വാളിഫിക്കേഷൻ കൂടുതൽ കുറവനുസരിച്ച് ജോബിൽ മാറ്റങ്ങളൊന്നും വരില്ല. ജോബിൽ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസൊക്കെ സെയിം ആയിരിക്കും, അത് റിജിഡായിരിക്കും. Placement should be ready before joining date of newly selected person. ഒരാൾ പുതിയതായിട്ട് ജോയിനിങ് ഡേറ്റിന് മുന്നേ തന്നെ പ്ലേസ്മെൻറ്റ് റെഡി ആയിരിക്കണം. പ്ലേസ്മെൻറ്റ് ഇൻ ഇനീഷ്യൽ പീരീഡ് മേ ബി ടെമ്പററി ആസ് ചേഞ്ചസ് ലൈക്കലി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലേസ്മെൻറ്റ് ചില സമയത്ത് ഇനീഷ്യൽ പീരീഡിൽ ടെമ്പററി ആയിരിക്കും. ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് എംപ്ലോയിന് ശരിക്കും ജോബിലേക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ പെർമനൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് കൊടുക്കുക. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലേസ്മെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇംപ്രൂവ്സ് ദ മൊറൈൽ ഓഫ് ദി എംപ്ലോയിയുടെ മൊറൈൽ, ആത്മവീര്യം കൂട്ടാനായിട്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് എംപ്ലോയീസിൻ്റെ ടേൺ ഓവർ റേറ്റ്, റെഗുലറായിട്ട് ആബ്സെൻ്റ് ആവുക, ഇറഗുലർ ആവുക, അങ്ങനെയുള്ള അല്ലെങ്കിൽ കൊഴിഞ്ഞു പോക്ക്, എംപ്ലോയീസ് എപ്പോഴും ഓർഗനൈസേഷൻ വിട്ടു പോകാനുള്ള പ്രവണത വരിക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റെഡ്യൂസിങ് ദി എംപ്ലോയി ടേൺ ഓവർ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസ് ദി ആബ്സെൻറ്റീസം കുറയ്ക്കാനും എന്തിനും സഹായിക്കും, പ്ലേസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ആക്സിഡൻറ്റ് റേറ്റ് കുറയ്ക്കാനും സാധിക്കും. കാരണം പ്ലേസ്മെൻറ്റ് സമയത്ത് ഒരു ട്രെയിനിങ് പോലെ അവർക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ആ ഒരു ട്രെയിനിങ് പീരീഡിൽ അവർ അത്രയും കെയർഫുള്ളായിരിക്കും. ട്രെയിനിങ് പീരീഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അയാളുടെ ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു വിധം ആക്സിഡൻറ്റ് റേറ്റ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇറ്റ് അവോയ്ഡ് മിസ്ഫിറ്റ് ബിറ്റ്വീൻ കാൻഡിഡേറ്റ് ആൻഡ് ജോബ്. അതുപോലെ തന്നെ ജോബും കാൻഡിഡേറ്റും ഫിറ്റ് അല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. മിസ്ഫിറ്റ് അല്ല അവോയ്ഡ് മിസ്ഫിറ്റ് ബിറ്റ്വീൻ കാൻഡിഡേറ്റ് ആൻഡ് ജോബ് എന്ന് പറഞ്ഞാൽ ജോബും കാൻഡിഡേറ്റും തമ്മിൽ നല്ല ഫിറ്റായിരിക്കും. ജോബിനനുസരിച്ച് കാൻഡിഡേറ്റിനെ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്തിരിക്കുക. ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി സൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റായി മാറും. ജോബ് ചെയ്യാനുള്ള എല്ലാ പ്രാക്ടീസസും ട്രെയിനിങ്ങും അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ജോബിലേക്ക് ഫിറ്റായ ഒരു എംപ്ലോയിനെ തന്നെ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുക. ഇറ്റ് ഹെൽപ്സ് കാൻഡിഡേറ്റ് ടു വർക്ക് ആസ് പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതുപോലെ ഓർഗനൈസേഷൻ്റെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അതിനനുസരിച്ചൊരു വർക്കർക്ക് വർക്ക് ചെയ്യാനും സാധിക്കും. എന്താണ് ഓർഗനൈസേഷൻ, എന്താണ് എനിക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടി, ഞാൻ ഏത് ഡ്യൂട്ടീസാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ബോധം കാൻഡിഡേറ്റിൽ ഉണ്ടാവുമ്പോൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് മുൻകൂട്ടി തീരുമാനിച്ച് ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.